ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്നൊരു വാഴക്കൂമ്പ് തോരൻ വെക്കാം. ഞാലിപ്പൂവൻ്റെ വാഴക്കൂമ്പാണ് ഇത്. വേലിക്കപ്പുറം ആയതുകൊണ്ട് ഞാൻ അവിടെ പോയി ഒടിച്ചെടുത്തുകൊണ്ട് വരുവാണേ. നന്നായിട്ട് ടേസ്റ്റി ആയിട്ടൊരു തോരൻ നമുക്കുണ്ടാക്കിയാലോ. അതിനായിട്ട് നമുക്ക് ആദ്യം ഈ വാഴക്കൂമ്പിൻ്റെ പുറത്തുള്ള ആ തൊലിയെടുത്ത് അതിൻ്റെ ഈ കാണുന്ന പൂവൊക്കെ എടുത്ത് കളഞ്ഞിട്ട് നന്നായി കഴുകിയെടുക്കണം. കഴുകിയതിന് ശേഷം കൊത്തിപ്പൊടിച്ച് നന്നായിട്ട് പൊടിയായിട്ട് അരിഞ്ഞെടുത്തതിന് ശേഷം വേണം നമുക്ക് തോരൻ വെക്കാനായിട്ട്. ഇതുപോലെ ചെറുതായിട്ട് പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ട് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് തിരുമിയെടുക്കണം. എന്നിട്ട് വേണം തോരൻ വെക്കാനായിട്ട്. വാഴക്കൂമ്പ് ഭയങ്കര ഹെൽത്തി ആയിട്ടൊരു ഫുഡാണ്. ഇതിനകത്ത് കൂടുതലും ഫൈബറാണ് നമുക്ക് അടങ്ങിയിട്ടുള്ളത്. പിന്നെ നാട്ടിൻപുറത്ത് കിട്ടുന്നതായതുകൊണ്ട് ഒട്ടും തന്നെ വിഷമോ കീടനാശിനിയോ ഒന്നും തന്നെ അതിനകത്തില്ല. അതുകൊണ്ട് നമുക്ക് വിശ്വസിച്ച് കഴിക്കാം. നമുക്ക് കുറച്ച് തേങ്ങ ചിരകി എടുക്കണം. തേങ്ങയും വെളുത്തുള്ളി, പച്ചമുളക്, ജീരകപ്പൊടി, മഞ്ഞൾപ്പൊടി ഇത്രയും കൂടെ ചേർത്തൊന്ന് ചതച്ചെടുക്കണം. നമുക്കാദ്യം കുറച്ച് തേങ്ങ മതി. ഒരു അരമുറി തേങ്ങയുടെ പകുതി മതിയായിരിക്കും. അതും അതിൻ്റെ കൂടെ കുറച്ച് എന്ന് വെച്ചാൽ ഒരു 4-5 വെളുത്തുള്ളി, ഒരു 3 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞ്, പിന്നെ ഒരു 1/2 സ്പൂൺ ജീരകപ്പൊടി, മഞ്ഞൾപ്പൊടി ഇത്രയും കൂടെ ചേർത്തൊന്ന് മിക്സിയുടെ ജാറിലിട്ട് ചതച്ചെടുക്കാം. നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. പിന്നെ പച്ചമുളക് നുറുക്കിയതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് അല്പം ജീരകപ്പൊടി ചേർത്ത് കൊടുക്കാം. അതൊരു 1/2 സ്പൂൺ മതിയായിരിക്കും. ഇനി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തൊന്ന് ചതച്ചെടുക്കാം. നമുക്ക് ചതച്ചിട്ട് ഇതുപോലെ ഒന്ന് ചതച്ചെടുത്താൽ മതി. ഒത്തിരി അങ്ങ് അരയരുത്, ചതച്ചാൽ മാത്രം മതി. എല്ലാം ഒന്ന് ചതഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇനി എങ്ങനെയാണ് തോരൻ വെക്കുന്നത് നോക്കാം. ആദ്യം നമുക്കൊരു പാൻ അടുപ്പിൽ വെച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കൊടുക്കാം. പാൻ ചൂടാകട്ടെ. ഈ കാണുന്നത് പോലെയാണ് ഇപ്പം നമ്മൾ കൂമ്പരിഞ്ഞ് വെളിച്ചെണ്ണയൊക്കെ പുരട്ടി വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ഇത് തോരൻ വെക്കാനായിട്ട് പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് അല്പം കടുക് ഇട്ട് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് നമ്മുടെ വാഴക്കൂമ്പ് അതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങയും പച്ചമുളകും വെളുത്തുള്ളിയും എല്ലാം കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം കൂടെ ഇളക്കി യോജിപ്പിച്ച് ഒരു 10 മിനിറ്റ് അടച്ച് വെച്ച് ആവിയിൽ വേവിച്ചെടുക്കണം. ഇളക്കി നല്ല പോലെ എല്ലാം മിക്സ് ചെയ്ത് വെച്ചിട്ട് വേണം നമുക്ക് അടച്ച് വെക്കാനായിട്ട്. ചെറിയ തീയിലിട്ട് സിമ്മിലിട്ടൊരു 10-15 മിനിറ്റ് നമുക്കൊന്ന് ചെറുതായിട്ടൊരു അല്പം വെള്ളം ഈ ചതച്ചതിനകത്തുണ്ടായിരുന്നു. അതാണ് ഈ കാണുന്നത്. ഒരു ഇളവൻ തേങ്ങയുണ്ട്, ശകലം നനവുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ചൂടായപ്പോഴത്തേക്ക് ഒരു വെള്ളമയമൊക്കെ ഉണ്ടല്ലോ എല്ലാം വറ്റി നല്ലതുപോലൊന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. നമ്മുടെ തോരൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. 10-15 മിനിറ്റ് കൂടുതൽ ആവശ്യമായി വരുന്നില്ല. നന്നായിട്ട് വെന്തിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള വാഴക്കൂമ്പ് തോരനാണ്. എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ.